ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. സ്പൈസിയും അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റും ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പി. അപ്പോൾ വീഡിയോക്ക് വന്നിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ നല്ല ഓപ്ഷനും കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം 3 പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞ് കൊണ്ടുവരാം കേട്ടോ. ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ആക്കിയിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ഇട്ടത് കൂടാതെ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ്. 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ പഴംപൊരിക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടും കേട്ടോ. എന്ത് ഫ്രൈ ചെയ്യണമെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് നമുക്ക് ഉണക്കമുളക് പൊടിച്ചത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഷുഗറാണ് കേട്ടോ. നമ്മളെ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് മിക്സ് ചെയ്യാനുള്ള കുറച്ച് വെള്ളം. ഇനി നമ്മൾ ഒരു കാര്യം ഞാൻ വിട്ടു പോയിട്ടുണ്ട്, ഒരു ഏലക്കയുടെ പൊടി, ഏലക്കാപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്കത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമുക്ക് ആ ബാറ്റർ കുറച്ച് തിക്കായിട്ട് കിട്ടണം. ഒരുപാട് ലൂസായ ആ പഴത്തിൻ്റെ മേലെ നമുക്ക് അങ്ങനെ കട്ടായിട്ട് കിട്ടില്ല, ബാറ്റർ അങ്ങനെ ഒലിച്ചു പോവുള്ളൂ. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങളെ വിസ്കോ എന്താ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ ഒരുപാട് ലൂസാക്കാതെ കുറച്ച് തിക്കിൽ തന്നെ ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കണം. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കി ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിടാം. എന്നിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. പഴമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് പുറത്തൊക്കെ പെട്ടെന്ന് ഫ്രൈ ആവും, ഉള്ളിൽ നമുക്ക് അതിനനുസരിച്ച് വെന്ത് കിട്ടില്ല. അപ്പോൾ അതിനാണ് മീഡിയത്തിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് ആകുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ പഴംപൊരി കഴിക്കുന്ന ടേസ്റ്റ് അല്ല അതിനുണ്ടാവുക. ആ ഒരു ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല സ്പൈസിയാണ്. നമ്മളത് ചൂടാറിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ എരിവും അതിൻ്റെ ആ മധുരമൊക്കെ കൂടി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനുണ്ടാവുക. ഞാൻ അത് 2ാമത്തെ ട്രിപ്പ് ഇട്ട് അങ്ങനെ ഫുള്ള് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല മധുരമുണ്ട്, നല്ല എരിവ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് എത്ര ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് നല്ല കുറച്ചുകൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് കുറച്ചുകൂടി കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. കുട്ടികൾ കഴിക്കുന്നതിനോട് ഞാൻ കുറച്ചിട്ട് കൊടുത്തതുള്ളൂ. നല്ല ടേസ്റ്റാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. പഴമുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായ ഉണ്ടെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.